അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രൈസ്തവർക്കിടയിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണം മാർപ്പാപ്പ. വത്തിക്കാനിൽ വീണ്ടും സ്ത്രീ നിയമനം. നിക്കരാഗ്വയിൽ കത്തോലിക്ക മെത്രാനെ അറസ്റ്റ് ചെയ്തു. ജൂലൈ തിരുരക്തത്തോടുള്ള ഭക്തിയുടെ മാസം. ഇന്ന് ജൂലൈ 3 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വിപുലമായ തോതിൽ ദുഃഖാന തിരുനാൾ ആഘോഷം. വാർത്തകൾ വിശദമായി. ക്രൈസ്തവർക്കിടയിൽ കൂടുതലായി സഹകരണം ഉണ്ടാകണമെന്ന് ലിയോ 14 പാപ്പ. സമകാലീന സമൂഹം സമാധാനവും പ്രകൃതി സംരക്ഷണവും നവീന സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് പാപ്പയുടെ ഈ ആഹ്വാനം. എക്യുമെനിക്കൽ പാത്രിയർക്കേറ്റിൽ നിന്ന് എത്തിയ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് അഭിമുഖീകരിക്കുവാനായുള്ള ക്രൈസ്തവരുടെ വിളി സുവിശേഷാത്മകമാണെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രീഫെക്റ്റായി സിസ്റ്റർ അലസാൻഡ്ര സ്മെർലിയെ ലിയോ 14 പാപ്പ നിയമിച്ചു. മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാരമ്പര്യം തുടർന്നുകൊണ്ടാണ് വത്തിക്കാനിലെ ഉന്നത പദവികളിലേക്ക് ലിയോ പാപ്പ സ്ത്രീകളെ നിയമിച്ചിരിക്കുന്നത്. ഡോട്ടേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ സമൂഹാംഗമാണ് സിസ്റ്റർ അലസാൻഡ്ര. മനുഷ്യാവകാശങ്ങൾ, നീതി, സമാധാനം, ആരോഗ്യം, തൊഴിൽ, സൃഷ്ടി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യവ്യക്തിയുടെ അന്തസ്സും പൊതുനന്മയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ ലക്ഷ്യം. നിക്കരാഗ്വയിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള വേട്ടയാടൽ തുടരുന്നു. ഇത്തവണ അതിനിരയായത് ബിഷപ്പ് അബലാഡോ മാതായാണ്. പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കത്തോലിക്ക സഭ ജൂലൈ തിരുരക്തത്തോടുള്ള ഭക്തിയുടെ മാസമായി ആചരിക്കുന്നു. സാത്താനും അശുദ്ധാത്മാക്കൾക്കും എതിരെയുള്ള ആയുധമാണ് തിരുരക്തം. ജൂലൈ മാസത്തിലെ ആദ്യ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തിരുരക്തത്തോടുള്ള ഭക്തിയിൽ കൂടുതലായി വളരാം. ഈശോയുടെ തിരുരക്ത ജപമാല ഭക്തിപൂർവ്വം ചൊല്ലി നമുക്ക് വാഗ്ദാനങ്ങൾ പ്രാപിക്കാം. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ദുഃഖാന തിരുനാൾ ആചരണവും സീറോ മലബാർ സഭാ ദിനാഘോഷവും നടക്കുന്നു. രാവിലെ 8:30 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തി സഭാ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ രാസകുർബാന അർപ്പിക്കും. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ വചന സന്ദേശം നൽകും. രാവിലെ 11 മണിക്ക് പൊതുസമ്മേളനം നടക്കും. SH മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ദുഃഖാന തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി നമുക്ക് ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.